അപ്പോൾ ഇതാണ് നമ്മളെ തട്ടനാട്ടുകര പഞ്ചായത്തിൻ്റെ അടുത്ത്, അതായത് ജർശീരിഫാർ എന്ന് പറയും, വേട്ടക്കരങ്കാവ്. അവിടെ കണ്ടംപൂട്ടലാണ്. കണ്ടംപൂട്ടന് അവിടുത്തെ മീനിൻ്റെ ചാകരയാണ്. ഇതാണ് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ മീൻ. ഈ കൊല്ലത്തെ ഏറ്റവും വലിയ മീൻ ഞങ്ങൾ ഇങ്ങോട്ട് കൂടെ കൊറന്നു. അപ്പോൾ അതുകൊണ്ടുള്ള കറികളൊക്കെയാണ് ഇന്ന് നമ്മൾ. ഇതാണ് നമ്മളെ കറിയൊക്കെ കാണാത്തോളി. നമ്മുടെ വേട്ടക്കരങ്കാവിൻ്റെ അവിടെ കണ്ടംപൂട്ടലാണ്. അപ്പോൾ കൊല്ലം തോറും നടത്തി വരാവുന്ന കണ്ടംപൂട്ടലാണ്. അപ്പോൾ ഒരുപാട് മീനുണ്ട്. ആളുകൾ ഇങ്ങനെ കണ്ടത്തിൽ നിരന്നിങ്ങനെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് കാത്തു വെക്കുകയാണ്. അതെന്തായാലും നമുക്ക് നേരെ ഫുൾ വീഡിയോയിലേക്ക് കാണാം. അപ്പം നമ്മളെ തേവക്കോടം മണിക്കാനിട്ടോളൂ വലിയ മീൻ കിട്ടിയിരിക്കണ്. അപ്പം നമ്മളെ ചക്കര കൂടിയിട്ടേ വലിയൊരു മീനാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്രാവശ്യത്തെ ബൂട്ടിനെ അവർക്ക് വലിയ മീനാണ് കിട്ടിയത്. അപ്പോൾ പെഞ്ചാതി മഴയത്ത് നോക്കിയൊക്കെ നിങ്ങൾ മഴയും കൊണ്ടിട്ടാണ് ഒരു ഇതിലോ തളരാതെ മീനങ്ങോട്ട് വെട്ടി പോച്ചിതാക്കണത് ഉദ്ദേശിച്ചിട്ടാണ് നമ്മളെ കുട്ടികൾക്കാണെങ്കിൽ പരീക്ഷയ്ക്കൊന്നും പോകാതെ കുട്ടികളങ്ങോട്ട് മീനൊക്കെ അങ്ങോട്ടേ വേട്ടി കൂട്ടുമെന്ന്. പക്ഷെ അന്ന് പരീക്ഷ ഉണ്ടാകുന്നില്ല കേട്ടോളൂ. അപ്പോൾ ഉണ്ടോ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ മീനാണ്. ഇവിടെ മഞ്ഞിൽ എന്ന് പറയും. നിങ്ങളവിടെ എന്താ പറയാന്ന് നമുക്കറിയില്ല. ഞങ്ങളെ പാലക്കാട് ജില്ലയിലൊക്കെ മഞ്ഞിൽ എന്ന് പറയും. അപ്പം ഇതാണ് നമുക്ക് കിട്ടിയ മീൻ. ആരിൽ മഞ്ഞിൽ മുജ്ജ് അതുപോലെ കണ്ണൻ. അപ്പോൾ നമ്മൾ ഇന്നത്തെ കുക്കിംഗ് ആയിട്ടോളി. അതിലേക്ക് വേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പം നമ്മൾ ഉള്ളിയൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് വാട്ടിയിട്ട് ഇങ്ങോട്ട് സെറ്റാക്കിയിട്ട് നമ്മൾ ഗ്രേവി ടൈപ്പിലാട്ടോളി നമ്മൾ മീൻ ഉണ്ടാക്കുന്നത്. കാരണം നമ്മൾ ബാക്കിയുള്ളതൊക്കെ അരച്ച് കുത്തി ചവച്ചിട്ടേ അതിലേക്ക് ഇടാത്ത പരിപാടിയാണ്. നമ്മളെ വെളുത്തുള്ളിയും അതും ഇതൊക്കെ എന്നിട്ട് വെട്ടി വാട്ടിയിട്ട് ഇങ്ങോട്ട് നമ്മൾ അടുപ്പത്തോളം വെക്കണം. അപ്പം നമ്മളതിൽ തക്കാളിയും കൂടി വെട്ടിട്ട് നമ്മളിങ്ങോട്ടേ ഒരു പേസ്റ്റ് പരുവത്തിൽ ഇങ്ങോട്ട് ആക്കണം. അങ്ങനെ ഇങ്ങോട്ട് തിന്നോക്കി നിങ്ങൾ. കാരണം നമ്മളെ പാടത്തെ മീൻ കഴിയുമ്പോൾ അതിൻ്റെ ഒരു രസം വേറെയാണ്. അപ്പോൾ ഇതേപോലെ ഗ്രേവി ഇങ്ങോട്ട് ആക്കണം. ഗ്രേവി ആക്കിയിട്ടാണ് നമ്മളതിലേക്ക് മീൻ അത് തള്ളൽ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്ന് പിടിച്ച മീനൊക്കെ അതായിരിക്കും ഇങ്ങനെ ചെത്തി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളെ കേളപ്പേട്ടന് ഇമ്മാരി മീൻ നമ്മളെ തേങ്ങോടന്മാർക്കൊക്കെ എന്ന് പറഞ്ഞാലേ ഇങ്ങനത്തെ മീനങ്ങോട്ട് കിട്ടിയാൽ ഓരൊക്കെ ആ ചോറിങ്ങനെ ഒരു പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ തിരികെ വിടുമ്പോൾ പോലെ ഒരു ഇങ്ങനെ കയറ്റി വിടുക. കാരണം ആവാരി ടേസ്റ്റാണ് ഈ സാധനം. നമ്മളെ മീനോട് തളച്ചിട്ട് വന്നിട്ട് നോക്കി നിങ്ങൾ. നമ്മളിത് അടുപ്പത്തോളം ഉണ്ടാക്കിയിരിക്കണം. ഗ്യാസിന്മേൽ നല്ല ഉണ്ടാക്കിയിരിക്കണം. അടുപ്പിലുണ്ടാക്കുമ്പോൾ അതിൻ്റെ രസം വേറെ. ഇതാണ് നാടൻ കറി. നമ്മൾ ഗ്രേവി ടൈപ്പിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മളെ മീൻ. ഒന്നൊന്നര മീനോട്ടോളി നമ്മൾ അതിലൊന്നും പറയാല്ല. അതിലേക്ക് നമ്മൾ കുറച്ച് പച്ച വെള്ളത്തിൻ്റെയും കൂടി ഒരു ഭാര്യ. അപ്പോൾ നമ്മളെ മീൻ കണ്ടോളി. കാരണം മീൻ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ കാണണം. കാരണം ആജാതി മീനാണ്. ഈ കൊല്ലത്തെ ഏറ്റവും വലിയ മീനാട്ടോളി. മഞ്ഞിൽ എന്നാണ് ഇവിടെ പറയുക. നിങ്ങളവിടെ പറയുന്ന എനിക്കറിയില്ല. അപ്പോൾ തെരച്ചിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. ബോട്ടിൻ്റെ അവിടെ തെരച്ചിൽ. അപ്പോൾ ഞങ്ങൾ വന്ന് വെച്ചുണ്ടാക്കിയിട്ട് വീണ്ടും പോകുന്നേട്ടോളി. വീണ്ടും പോയിട്ട് മീൻ പിടിച്ചതിൻ്റെ രംഗങ്ങളാണ് ഇതൊക്കെ. നമ്മളെ ടാക്സിക്കാരനാണെന്ന് നമ്മളെ നാട്ടുകാരൻ തന്നെയാണ്. മൂപ്പനാണെന്ന് മീൻ കണ്ട അപ്പം അവിടെ ചവിട്ടിത്തരും. വേറെയുള്ള ടാക്സിക്കാരൊന്നും മീൻ കണ്ട ചവിട്ടിത്തരില്ല. നമ്മളെ ടാക്സിക്കാരൻ കാക്കുകയെ മീൻ എവിടെയെങ്കിലും അത് കണ്ടോ അപ്പം ആൾ ചവിട്ടിയാൽ തരും. നമ്മൾ നിർത്താണ്ട് വെട്ടി പിടിച്ച് അങ്ങോട്ട് നോക്കിയൊക്കെ ആൾക്കാരിങ്ങനെ പോണ്. ആൾക്കാർ ഇന്നെന്താ പരീക്ഷ കാരണം കുട്ടികൾ കുറവാട്ടോളി. ഉച്ചവരെ പരീക്ഷയല്ലോ. പിന്നെ കുറച്ച് കുട്ടികളുള്ളൂ. അല്ലെങ്കിൽ കുട്ടികളും കാണാം. കണ്ടത് കൂടെ നടക്കാൻ സ്ഥലം ഉണ്ടാവില്ല. തട്ടിയിട്ടും മുട്ടിയിട്ടും ആയിട്ട് കേളപ്പേട്ടനാണ് ആവാരി പിടുത്തോ. പിന്നെ നമ്മളെ മണി ഉണ്ടായിരുന്നു. ഓനിങ്ങനെ പിടിക്കുക. പിന്നെ നമ്മളെ കൊണ്ടക്കാരും ബന്ധക്കാരും കാണാനാണ് ഇനി 4 പേർ ആൾക്കാർ വേറെ. അപ്പോൾ ഈ എത്രയൊന്നും വെച്ചിട്ടാണ് നമ്മൾ ഈ മറിക്കണം. പിന്നെ പെണ്ണുങ്ങൾ വേറെ ഉണ്ടായിരുന്നു. നമ്മളെ കുറച്ച് അമ്മമാരും ഉണ്ടാകുന്നിട്ടോളേ. അവരൊക്കെ മീൻ പിടിച്ച ഓരൊക്കെ ഈ പാടത്തിൻ്റെ ചേറിൻ്റെ മണലുള്ള ആൾക്കാരാണ്. കാരണം എന്താ വെച്ചാൽ ഓരൊക്കെ നട്ടുണ്ടാക്കിയ നട്ടുണ്ടാക്കിയ മറ്റേ ഞാറും കണ്ണിക്കണ്ടൊക്കെ ഓരാണ് ഈ കണ്ടത്തിൽ കൂടെയൊക്കെ പണിയെടുക്കൽ. പക്ഷേ പിന്നെ കോരി ചൊരിയണ മഴ ഇങ്ങോട്ടൊക്കെ നോക്കിയാൽ കുട പോലും ഇല്ലാതെ നമ്മളെ മക്കൾ അങ്ങനെ നിൽക്കണത്.